അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം. ഇത് തൊടി ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് കോരുന്ന കുളത്തിലെ ഉറവുണ്ടാവും. കോരുന്ന കുളത്തിൽ നമ്മളെ ബന്ധുക്കളിൽ പാവങ്ങൾക്ക് കൊടുക്കുക, കൂടപ്പറപ്പിനെ സഹായിക്കുക, തന്ത തള്ളാർക്ക് എത്ര സ്വത്തും മുതലുണ്ടെങ്കിലും തന്ത തള്ളാർക്ക് കൊടുക്കുക. അതായത് കോരിണ കുളം ഉള്ളത് കൊണ്ട് നമ്മൾ ദാനധർമ്മം കൊടുക്കണം. കോരിണ കുളത്തിലെ ഉറവുണ്ടാവും. അതായത് നമ്മളെ വിശുദ്ധ ഖുർആനിൽ കലം എന്ന സൂറത്ത് അതിൽ 17-ാമത്തെ ആയത്ത് തൊട്ട് 32-ാമത്തെ ആയത്ത് വരെ അതിൽ എഴുതിയിട്ടുണ്ട്. അതിലെ അർത്ഥം, അതിലെ തഫ്സീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അത് ഒരാളുണ്ടായിരുന്നു, വലിയ ധനികനായിരുന്നു. അങ്ങേര് നല്ല ധർമ്മം കൊടുക്കുമായിരുന്നു. ഭയങ്കര തോട്ടവും എല്ലാ ഫ്രൂട്ട്സും എല്ലാ സാധനങ്ങളും ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അങ്ങേര് മരിക്കുന്ന വരെ ദാനധർമ്മങ്ങൾ കൊടുക്കും. അങ്ങേര് മരിക്കണ വരെ ഭയങ്കര ധർമ്മനിഷ്ഠനാണ് അങ്ങേര്. എല്ലാവർക്കും നല്ല കൊടുക്കും. അങ്ങനെ അങ്ങേരെ മരണശേഷം മക്കൾ ഒരു സൈസ് മക്കളാണ്. മക്കൾ ആർക്കും കൊടുക്കത്തില്ല. മക്കളെല്ലാവരും കൂടി തീരുമാനിച്ച് ഈ പാവങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ നമ്മളെ തോട്ടത്തിൽ പോയി നമുക്ക് വിളവെടുക്കാം, എന്നിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അത് പാവങ്ങൾക്ക് കൊടുത്താൽ പറ്റും. ഇവർ പോയി നോക്കിയപ്പോൾ തോട്ടങ്ങളൊക്കെ നശിച്ച് കിടക്കുന്നു. എല്ലാം കട പുഴി പറഞ്ഞു ഒരുമാതിരി കോലാഹലപ്പെട്ട് കിടക്കണം. ഇതെന്തൊരു അത്ഭുതം. അപ്പം അവർ തന്നെ സ്വയം വിചാരിച്ച് ഇതെന്താ ഇങ്ങനെ ആയിപ്പോൾ നമ്മൾ തന്നെ തെറ്റുകാർ. നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കൊടുത്തില്ല. അതായിരിക്കും ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് തേടി. അതാണ് പറഞ്ഞത്. നമുക്ക് എന്തുണ്ടാകാതെ അള്ളാഹുടെ മാർഗത്തിൽ കൊടുക്കണം. ഇപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിനെ മേടിച്ചെന്ന് പറയുന്നത് പെണ്ണിൻ്റെ സ്വത്ത് എടുക്കാൻ പാടില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളിത്തം കാണിക്കാനല്ല, അവർക്ക് മതിക്കാനും ഒന്നുമല്ല അവർ ചെയ്തത്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർഭാടമായിട്ട് ഒരു വലിയ മണിമാളിക വെക്കുക അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഖദീജ ബീവി കൊടുത്തതാണ്. മനസ്സിലായിട്ടുണ്ടാവും. പൊരുത്തപ്പെട്ടിപ്പോൾ ദുനിയാവിന്നാലും പൊരുത്തപ്പെട്ട് ഭാര്യമാർ കൊടുത്താൽ കുഴപ്പമില്ല. നല്ല രീതിക്ക് ചിലവാക്കുക, റോൾ ചെയ്യുക, ജീവിക്കുക, കുഴപ്പമില്ല. നശിപ്പിച്ച് കളഞ്ഞാലാണ് വിഷമം. എന്നാൽ ശരി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.